എനിക്ക് എൻ്റെ മക്കൾക്ക് അച്ചാറില്ലാണ്ട് ഫുഡ് ഇറങ്ങൂല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള അച്ചാറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻസ്റ്റാൻറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി നീളമുള്ള ഒരു കോമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഉലുവ പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ. കുറേ വർഷമായി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ പേടിയാണ്. അതുകൊണ്ട് ദൂരെ നിന്നിട്ട് പൊട്ടിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. പിന്നെ അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ പറഞ്ഞെന്ന് തോന്നല്ലേ. പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉലുവയും കടുവും വറുത്ത് പൊടിച്ച സാധനമാണ് കേട്ടോ. അതായത് 2 സ്പൂൺ കടുകിന് 1 സ്പൂൺ ഉലുവ എന്നുള്ള പരുവത്തിലാണ് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കേണ്ടത്. അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്ത് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മാംഗോ പിക്കിൾ, അതായത് സ്വീറ്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഇതിങ്ങനെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്നെപ്പോലെ അച്ചാർ കൊതിച്ചാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.